ഒരു മോശം ഡയറക്ഷൻ ഒരു പടത്തെ എങ്ങനെ ബാധിക്കാമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ പടം. ഒരു ആക്ടിംഗ് ആണെങ്കിലും നല്ല ആക്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരു നല്ല കോൺഫ്ലിക്റ്റ് ഒക്കെ പടത്തിലുണ്ടെങ്കിലും അത്യാവശ്യം മോശമില്ലാത്തൊരു സ്ക്രീൻ പ്ലേ ഉണ്ടെങ്കിൽ പോലും അതിനെ എങ്ങനെ എടുത്ത് കുളവാക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പടം. ഇപ്പോൾ ഇതിൽ മേജറായിട്ട് 2 കോൺഫ്ലിക്റ്റാണ് ഈ പടത്തിൽ വരുന്നത്. കോൺഫ്ലിക്ട്സ് ഒക്കെ നല്ലത് തന്നെയായിരുന്നു, പക്ഷേ ആ 2 കോൺഫ്ലിക്ട്സും തമ്മിലൊരു മിസ്മാച്ച് ഉള്ള പോലെ. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് പൃഥ്വിരാജിൻ്റെ സൈഡിലേക്ക് വരുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ പടത്തിന് കാര്യമായ സ്ക്രീൻ സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്ടിംഗ് വൈസ് എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. BGM വൈസ് ആണെങ്കിലും ഒരുവിധം ക്ലൈമാക്സ് ഒക്കെ നന്നായിരുന്നു. പക്ഷേ എന്നാൽ പോലും ആദ്യ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ പടത്തിൻ്റെ ആദ്യത്തെ ഒരു അരമണിക്കൂർ ഈ സെറ്റ്, സ്റ്റേജിങ് ഇതൊക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തു മൊത്തത്തിൽ. എന്നാലും പിന്നീട് അങ്ങോട്ട് പടത്തിൽ കുറച്ച് എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും വീണ്ടും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതിൽ അവസാനത്തെ ഒരു ഫൈറ്റൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ റോബോട്ടിക് ക്യാമറ വെച്ചിട്ട് ഫൈറ്റൊക്കെ വരുന്നുണ്ട്. ശരിക്കും ആ ഫൈറ്റ് അങ്ങനെ ആ രീതിയിലേക്ക് ഫൈറ്റ് എടുക്കേണ്ടിയിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ബേസിക്കലി ഒരു ഡയറക്ഷൻ മോശമായ ഒരു പ്രൊഡക്റ്റാണ് പള്ളിച്ചട്ടമ്പി. കുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. ആ രീതിയിൽ ഉണ്ടാക്കാവുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആക്കാമായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. പക്ഷേ എന്താ പറയുക, ആ ഒരു എക്സിക്യൂഷൻ പാളിപ്പോയൊരു പടം. സോണി ലിവിൽ പടം സ്ട്രീം ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇറ്റ് വിൽ ബി മേ ബി 2 out of 5 ഫോർ മീ.